2-3 ദിവസത്തേക്ക് വീട്ടിലിരുന്ന് തയ്ക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. കുറച്ച് റെസ്റ്റിൻ്റെ ആവശ്യമുണ്ടെന്ന് തോന്നി. അപ്പം അതുകൊണ്ട് എനിക്ക് വീട്ടിലാണെങ്കിൽ നമുക്ക് കുറച്ച് സമയം റെസ്റ്റൊക്കെ എടുത്ത് പയ്യെ തയ്ക്കാമല്ലോ. അതുകൊണ്ട് എനിക്ക് കുറേ വർക്ക് തീർക്കാനുണ്ട് കേട്ടോ. എല്ലാം സാധാരണ ടൈപ്പ് തന്നെയാണ്, ഞാൻ എപ്പോഴും തയ്ക്കുന്ന സംഭവങ്ങൾ തന്നെയാണ് തയ്ക്കാനുള്ളതും. അപ്പോൾ ഇതെല്ലാം തീർത്ത് കഴിഞ്ഞിട്ട് വേണം എനിക്ക് ഓണത്തിൻ്റെത് എടുക്കാനായിട്ട്. ഓണത്തിൻ്റെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ കുറച്ച് പേരോടൊക്കെ വരണ്ടാന്ന് പറഞ്ഞേക്കുക. കാരണം കുറേ തീർക്കാണ്ട് വന്നിരുന്നു കഴിഞ്ഞാൽ ഭയങ്കര ടെൻഷനായിരിക്കും. അതുകൊണ്ട് പറഞ്ഞേക്കുക. അപ്പോൾ ഞാൻ കുറച്ച് തീർത്തിട്ട് ബാക്കിയുള്ളവരോട് പറയാമെന്ന് ഓർത്തു കേട്ടോ. കുറേ പേര് ചോദിച്ചിട്ടുണ്ട്, കുറച്ച് പേരൊക്കെ കൊണ്ടുവന്ന് തുടങ്ങി. അപ്പം എനിക്ക് പെട്ടെന്ന് തന്നെ അത് തുടങ്ങണം, ഒത്തിരി ഉണ്ട് തയ്ക്കാൻ. അപ്പം ഇതെല്ലാം തീർത്തിട്ട് വേണം. ഈ ഒരു കൂടിനകത്ത് എടുത്ത് വെച്ചേക്കുന്നതാണ് ആദ്യം തീർക്കുന്നത് കേട്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നെ വേറെ കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ട്, അത്രയും കൂടി തീർക്കണം. ഇത്രയും തീർത്തിട്ട് വേണം ബാക്കി എടുക്കാനായിട്ട്. പിന്നെ ഞങ്ങൾ അത് കഴിഞ്ഞ് അതെല്ലാം എടുത്ത് വെച്ച് കഴിഞ്ഞിട്ട് ടൗണിലൊന്ന് പോകണമായിരുന്നേ. അതിൻ്റെ ടൗണിന് പോയി കുറച്ച് സാധനങ്ങൾ, നൂല് സാധനങ്ങളൊക്കെ മേടിക്കാനുണ്ടായിരുന്നു കേട്ടോ. കുറച്ച് അധികം സാധനം മേടിക്കാനുണ്ടായിരുന്നു. അപ്പം പോയിട്ട് പെട്ടെന്ന് വരുകയും വേണം. അന്നേരം ഓർത്ത് ആദ്യം ഒരു ചായ കുടി, അത് നമ്മുടെ പതിവാണല്ലോ. നമ്മളെന്നും പോകുന്ന ആ റെസ്റ്റോറൻറ്റിലാണ് കേട്ടോ പോയത്, AR. അവിടെ പോയി പെട്ടെന്ന് ചായ കുടിച്ചു. ഒത്തിരി സമയം വെയിറ്റ് ചെയ്യാൻ പറ്റില്ലായിരുന്നു, താമസിക്കാൻ പറ്റില്ല. കാരണം മക്കളെ ട്യൂഷന് വിട്ടിട്ടാണ് ഞങ്ങൾ പോയത് കേട്ടോ. അവർ ട്യൂഷൻ കഴിയുമ്പോഴത്തേക്കും തിരിച്ചെത്തുകയും വേണം. അപ്പോൾ അതുകൊണ്ട് വേഗം തന്നെ കഴിച്ചു. വലിയ കാര്യമായിട്ടൊന്നും ഇന്നലെ കഴിച്ചില്ല കേട്ടോ. പെട്ടെന്ന് കഴിച്ചിട്ട് ഞങ്ങൾ പിന്നെ വേഗം ലൈനിങ്, നൂല് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ എടുക്കാൻ വേണ്ടി പോയേ. ആദ്യം ലൈനിങ് എല്ലാം എടുത്തു കഴിഞ്ഞിട്ടാണ് നൂല് കടയിലേക്ക് വന്നത്. അപ്പോൾ ലൈനിങ് എടുക്കുന്ന വീഡിയോസൊന്നും ഞാൻ എടുത്തില്ല കേട്ടോ. ഈ കടകളിൽ കൂടെ കയറി നടന്ന് വീഡിയോ എടുക്കുമ്പോൾ ഒരു മടി, അങ്ങനെയൊന്നും ചെയ്തിട്ടില്ലാത്തതുകൊണ്ട്. നൂലയുടെ കയറിയപ്പോൾ ഞാൻ ചേട്ടനോട് പറഞ്ഞായിരുന്നു, ഒന്ന് വീഡിയോ ഒന്ന് ചെറുതായിട്ടൊന്ന് എടുത്ത് തന്നെ കേട്ടോ എന്ന്. അപ്പോൾ എടുത്തു തന്നു. ഇഷ്ടംപോലെ സാധനങ്ങളുണ്ട് കേട്ടോ. ഞാൻ എപ്പോഴും ഈ ഒരു കടയിൽ നിന്ന് മേടിക്കാറ്. എന്ത് സാധനം വേണേലും നമുക്ക് അവിടെ ചെന്നാൽ കിട്ടുന്നുണ്ട്. അപ്പം ആവശ്യമുള്ള സാധനങ്ങളെല്ലാം നോക്കിയെടുത്തു. ലേസ് കിട്ടാൻ കുറച്ച് പാടായിരുന്നു ചിലതിനൊക്കെ പെട്ടെന്ന് കിട്ടി കേട്ടോ. പിന്നെ ഇറക്കം കൂട്ടാനൊക്കെ ആയിട്ടും ഒക്കെ വീതിയുള്ള ലേസൊക്കെ വേണമായിരുന്നു. ഇപ്പം ഈ സെറ്റായിട്ട് തന്നെ ചുരിദാറൊന്നും ഇറക്കം കിട്ടില്ലല്ലോ. ഞാൻ കൂടുതലും ലേസ് താഴെ വെച്ച് കൊടുത്തിട്ടൊക്കെയാണ്, മോൾ ഭാഗത്ത് ഒത്തിരി എഴുപ്പിക്കാതെ ലേസൊക്കെ മേടിച്ച് അങ്ങനെ വെച്ചൊക്കെ കൊടുക്കും. അതാകുമ്പോൾ കുറച്ച് ഭംഗിയായിട്ടിരിക്കുമല്ലോ. അങ്ങനെ കുറേ തപ്പിയിട്ടാണ് ഈ ഒരു ചുരിദാറിന് മാത്രം കിട്ടാൻ കുറച്ച് പാടായിരുന്നു. അപ്പം ഈ പിങ്കല്ല എടുത്തത്, സെയിം കളർ തന്നെ കിട്ടി, ഗ്രീൻ. അങ്ങനെ അതെല്ലാം എടുത്തു. പിന്നെ അവിടുത്തെ കുറച്ച് സാധനങ്ങളെല്ലാം ഒന്ന് വീഡിയോ എടുത്തു. പിന്നെ ഞങ്ങൾ പെട്ടെന്ന് തന്നെ തിരിച്ച് കടയിലേക്ക് പോകുന്നു കേട്ടോ. കട അടച്ചിട്ട് വേണമായിരുന്നു പിള്ളേരെ വിളിക്കാൻ പോകാനായിട്ട്. അപ്പം ഇത് ഒരു നിലയിൽ, മുകളിലത്തെ നില മാത്രമാണ് കേട്ടോ ഇപ്പോൾ ഈ ഓടിച്ചിട്ട് കാണിക്കുന്നത്. താഴത്തെ നിലയിൽ വേറെ ഒരുപാട് സാധനങ്ങളുണ്ട്. അതൊന്നും വീഡിയോ എടുത്തില്ല കേട്ടോ, അതിനുള്ള സമയമൊന്നും ഇല്ലായിരുന്നു. അപ്പം ഇന്നത്തെ വീഡിയോ അത്രേ ഉള്ളൂ കേട്ടോ. ഇനിയിപ്പോൾ 2-3 ദിവസത്തേക്ക് വീട്ടിലിരുന്നാണ് തയ്ക്കുന്നത്.